പോരാട്ടത്തിൽ നമ്മളുടെ പ്രതീക്ഷയായി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ആര്യാടൻ. ആശയക്കുഴപ്പവും അതൃപ്തിയും ഒക്കെ നിലനിൽക്കുമ്പോഴും LDFന് മറുപടി എന്നോണമുള്ള UDF കൺവെൻഷനിൽ ഇതൊന്നും പ്രകടമായില്ല. ആര്യാടൻ ഷൗക്കത്തിനെ ആലിംഗനം ചെയ്ത് VS ജോയ്, ഒപ്പം തന്നെ PV അൻവർ എന്ന അക്ഷരം UDF നേതാക്കൾ മിണ്ടുന്നേയില്ല. വിജയത്തിനായുള്ള ആഹ്വാനം മാത്രം. പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നത്. ഏത് കൊമ്പനായാലും ഏത് കൊമ്പത്തെ കൊമ്പനായാലും ജയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. എന്തായാലും PV അൻവറും ട്രാക്ക് മാറ്റുകയാണ്. VV പ്രകാശിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രചാരണം ആരംഭിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അവിടെയും പ്രതികരണം. ആ യോഗത്തിൽ ജോയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പർക്ക് പെട്ടെന്ന് സ്നേഹം കയറിയിട്ട് കെട്ടിപ്പിടിച്ച് നോക്കുക. ഇതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണല്ലോ ഞാൻ മത്സരിക്കുന്നതെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആ തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത്, പ്രകാശം ഞാനൊക്കെ ഒരുമിച്ച് കോളേജിലും യൂത്ത് കോൺഗ്രസിലും കേസിലൊക്കെ ഉണ്ടായിരുന്ന കോളേജ് സുഹൃത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നമ്മളെ ഒപ്പോണന്റ് കാൻഡിഡേറ്റ്, ആ നിലക്ക് ഇവിടെ വരിക, സ്മിതയും കുട്ടികളെയും കാണുക എന്ന് എത്രയേ ഉദ്ദേശമുള്ളൂ. എന്നാലും പക്വമായൊരു പ്രതികരണമാണ് VV പ്രകാശിന്റെ കുടുംബം നടത്തിയത്. ഞാനെന്നും പാർട്ടിക്കൊപ്പായിരിക്കും. VV പ്രകാശ് മരിച്ചത് തന്നെ പാർട്ടി പതാക പൊളിച്ചിട്ടാണ്. ആ പാർട്ടി തന്നെയായിരിക്കും ഞങ്ങളുടെ മരണം വരിക. ഒപ്പം പാണക്കാട്ട് കുടുംബത്തിലെ നേതാക്കളുടെ അഭാവവും യോഗത്തിൽ ചർച്ചയായി. എന്നാൽ അതിന് കൃത്യമായ വിശദീകരണം നൽകിക്കൊണ്ടായിരുന്നു UDFന്റെ പ്രതികരണം. പിന്നെ തങ്ങൾ കുടുംബത്തിന് എത്തിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയും ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഇല്ലാത്ത പ്രചരണം നടക്കുന്നില്ല. തങ്ങൾ ഇങ്ങോട്ട് വന്നിങ്ങോട്ട് എത്തായിരുന്ന നാളെ രാവിലെ പോത്തുകല്ലില് രാവിലെ 10 മണിക്ക് ഇവിടുത്തെ പ്രചരണം ഉദ്ഘാടനം ചെയ്യുന്നത് അബ്ബാസ് അലി തങ്ങളാണ്. അതാ കുട്ടി. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളാണ്, വിവാദങ്ങളാണ്. ആവനാഴിയിലെ എല്ലാ ആയുധവും പയറ്റുകയാണ് LDFും UDFും. ഒപ്പം തന്നെ PV അൻവറിന്റെ ആക്രമണത്തെയും പ്രതിരോധിക്കണം. PV അൻവറും രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ്. അങ്ങനെ നിലമ്പൂരിലെ ചിത്രം തെളിയുമ്പോഴും പ്രവചനങ്ങൾക്കും അതീതമാണ് കാര്യങ്ങൾ. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.